ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് വ്യത്യസ്ത രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ പ്ലാൻ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ വളരെ എളുപ്പവുമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെഡ് ക്യാബേജാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ക്യാബേജിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. ഇത് 2 പേർക്ക് പാകത്തിന് ഉണ്ടാകും. ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ക്യാബേജ് കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. നമുക്ക് ക്യാബേജ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളകും ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കുക. ഞാൻ ഇതുപോലെയാണ് ക്യാബേജ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കുക. ക്യാബേജിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. വിറ്റാമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫൈബറും ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. ഇളക്കി ചൂടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ക്യാബേജ് റെഡിയായി. ഒത്തിരി കൂടുതൽ വേവിച്ച് കളയരുത്. ഇപ്പോൾ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് 2-3 മിൻറ്റ് ലീവ്സ് പൊടിയായി അരിഞ്ഞ് ചേർക്കാം. മിൻറ്റ് ലീവ്സ് വളരെ നല്ലതാണെന്നറിയാമല്ലോ. ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിനും നല്ലതാണ്, ഹാർട്ടിനും നല്ലതാണ്. അപ്പോൾ അത് പൊടിയായിട്ട് ചേർത്താൽ മുട്ടയുടെ ചീത്ത മണം മാറിക്കിട്ടുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. മുട്ടയിൽ ധാരാളം പ്രോട്ടീനും കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്തിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് 2 ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. പാല് ചേർക്കുന്നത് മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ ഭക്ഷണം എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ മുട്ട ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പ്രോട്ടീൻ ധാരാളമായിട്ട് മുട്ടയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉൾപ്പെടുത്താം. ഞാനിവിടെ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് തൊലി ചെത്തിയെടുക്കാം. മാമ്പഴം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. പപ്പായയോ അതുപോലെ ആപ്പിളോ എന്ത് വേണമെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം. മാമ്പഴം തൊലി കളഞ്ഞ് പൂളി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ നെയ്യ് പാനിലൊന്ന് തടവിയതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറുത്ത എള്ള് തൂവി കൊടുക്കാം. എള്ളിൽ ധാരാളം കാൽഷ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. മുട്ടയുടെ ഒരു സൈഡും മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം താഴെ ഭാഗവും ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് താഴെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വെജിറ്റബിൾ റെഡിയാക്കിയത് ക്യാബേജിലാണ്. ക്യാബേജ് ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യമുള്ളത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റാപ്പ് ചെയ്യാം. ഇതുപോലെ ഒരു ഭക്ഷണ രീതി നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്ത് പ്രോട്ടീൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾ ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ പപ്പായയോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ വളരെ എളുപ്പമായിരിക്കും. ദോശയ്ക്ക് ആട്ടണ്ട, ചപ്പാത്തി കുഴക്കണ്ട, പുട്ടിന് പുരട്ടണ്ട, കടലക്കറി അതുപോലുള്ള കറികളൊന്നും ഉണ്ടാക്കണ്ട. വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണ്. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.